മദ്രസകളിലെ സദർ ഉസ്താദുമാരുണ്ട്, ഖത്തീബ് ഉസ്താദുമാരുണ്ട്, മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുസലാം കക്കേരി ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികളുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഉമ്മമാർ, മറ്റു ഉസ്താദുമാരുണ്ട്. ഇവിടെ സംഘടനാ പ്രവർത്തകരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു മജ്ലിസിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ അവരുടെ അസ്മാകൾ ചൊല്ലി യാസീനോദി മഹാനായ അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ മദ്ഹുകൾ പാടിപ്പറഞ്ഞ ഒരു സദസ്സാണ്. തീർച്ചയായിട്ടും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. ഒരുപാട് സയ്യിദന്മാരും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളും ദാക്കിരീങ്ങളും ദാക്കിറാത്തുകളും നിഷ്കളങ്കരായ കുരുന്നു മക്കളൊക്കെ ഒരുമിച്ച് കൂടിയ നല്ല ഒരു മജ്ലിസാണ്. ദുആക്ക് ഉത്തരം കിട്ടാൻ ഇതൊക്കെ കാരണമാണ്. അല്ലാഹു ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല ഈമാനോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ ഇവിടെ ഇരിക്കുക. ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ടാവും, നമുക്കൊരുപാട് വിഷമങ്ങളുണ്ടാകും, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും. അതൊക്കെ നിറവേറണം, പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണം. അല്ലാഹു തആല ഈ മജ്ലിസ് കാരണം എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. പ്രയാസങ്ങളെല്ലാം അല്ലാഹു ദൂരീകരിക്കട്ടെ. ആമീൻ എന്നാമുഖമായി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നത് വരെയുള്ള ഒരു ചെറിയ സംസാരം, ഒരു ചെറിയ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തങ്ങൾ ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് തഅലീമു മാ അല്ലമല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് അല്ലാഹു ആദരിച്ചത് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ആദരിക്കലാണ്. അതാണ് ദീന്. അല്ലാഹു നിന്ദിച്ചത് എന്തെല്ലാമുണ്ടോ അതൊക്കെ നമ്മൾ നിന്ദിക്കുക, ഒഴിവാക്കുക. പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് അതാണ്. അതിനപ്പുറത്തേക്ക് ദീനില്ല. തഅലീമാണ് ദീനിന്റെ അടിസ്ഥാനം. തഅലീമില്ലെങ്കിൽ, ആദരവില്ലെങ്കിൽ, ബഹുമാനമില്ലെങ്കിൽ ദീനില്ല. ആരെയെല്ലാം ആദരിക്കണം? ആദരിക്കാൻ അർഹരായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ആദരിക്കണം. അത് മനുഷ്യനാവാം, മലക്കുകളാവാം, ജിന്നുകളാവാം, പലതും ആവാം. ആദരിക്കപ്പെടേണ്ടത് എന്തുമാവാം. മലായികത്തുൽ കിറാമിനെ ആദരിക്കേണ്ടതുണ്ട്. മഹാന്മാരായ മനുഷ്യരിൽപ്പെട്ട മഹാന്മാരായ ആളുകൾ, വിവിധങ്ങളായ പദവികളുള്ളവർ, മഹാന്മാരായ അംബിയ മുർസലുകൾ, അവർ കഴിഞ്ഞാൽ പിന്നെ അസ്ഹാബുൽ ബദരീൻ റളിയല്ലാഹു അൻഹും ഒക്കെ ആദരിക്കേണ്ട ആളുകൾ. അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ മഹാനായ ഖാജാ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ. ആദരവിന് അർഹരായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ? ആലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, മാതാപിതാക്കളുണ്ട്. ഇതൊക്കെ ആദരിക്കേണ്ട ആളുകൾ. ആദരവിന് അർഹരായ ആരെല്ലാം ഉണ്ടോ അവരെ മുഴുവനും ആദരിക്കണം. അത് മനുഷ്യരിൽ മാത്രമല്ല, ജിന്നുവർഗത്തിൽ മാത്രമല്ല. ജിന്നുവർഗത്തിലും ആദരിക്കപ്പെടേണ്ടവരുണ്ട്. ഖുതുബിയത്ത് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. ഖുതുബിയത്ത് ചൊല്ലുമ്പോൾ ഖുതുബിയത്തിന്റെ മുഖദ്ദിമയിൽ കുറച്ച് ജിന്നുകളുടെ പേര് പറയുന്നുണ്ട്. ഹസ്തസ്ലഹൂസ്, അഹ്മർ, ശൗഗാൽ, കഷ്കസ്ലയൂസ്, ബർഖാൻ, ഹദ്ലയാജ്, നജ്സഹ്ലസ്തൂസ്, മൈമൂൻ, സൻഇത്, സതൽതതസ്കൂസ്. അങ്ങനെ കുറെ പേരുകൾ കാണാം. ഈ പേരുകൾ الذين عاهدوا الله ونبيه സുലൈമാൻ അലൈഹിസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ബൈഅത്ത് ചെയ്ത സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കളായ ജിന്നുകളാണവര്.
ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് മഹാന്മാരായ ആളുകളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് കുത്തുബിയത്ത് ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലിയാൽ അവരവിടെ ഹാജറാവും, ആ കുത്തുബിയത്തിന് ഫലം ഉണ്ടാവും. നമുക്കൊന്നും ഒന്നിലും വിശ്വാസമില്ല, ഈമാനില്ല. മജ്‌ലിസുന്നൂറൊക്കെ ചൊല്ലും, ബദരീങ്ങളിൽ ഒരു വിശ്വാസമല്ല. ഹാജാ തങ്ങളുടെ മൗലിദോതും ഹാജാ തങ്ങളുടെ കുറിച്ച് യാതൊരു വിശ്വാസം, ഒരു ഈമാനും നമുക്കില്ല. അതുകൊണ്ട് രക്ഷപ്പെടൂല. അവരുടെ ഖദർ നമ്മൾ മനസ്സിലാക്കണം. ഖുതുബിയത്തിന്റെ മുഖദ്ദിമയിൽ പറയുന്ന മഹാന്മാരായ ഔലിയാക്കൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ഔലിയാക്കളാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്, ആദരിച്ചിരിക്കണം. അവരാദരിക്കപ്പെടേണ്ടവരാണ്. ജിന്ന് വർഗത്തിൽ അങ്ങനെയുണ്ട്, ആദരിക്കപ്പെടേണ്ടവരുണ്ട്. മലക്കുകളിലുണ്ട്, മലക്കുകൾ മുഴുവനും ആദരിക്കപ്പെടേണ്ടവരാണ്. മനുഷ്യവർഗത്തിലും ആദരിക്കപ്പെടേണ്ടവരുണ്ട്. ആദരവ് നഷ്ടപ്പെടുമ്പോൾ ദീന് തകർന്ന ചരിത്രമേ ഉള്ളൂ. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആദരവ് എവിടെ നഷ്ടപ്പെടുന്നു അവിടെ ദീൻ പൊളിഞ്ഞിട്ടുണ്ടാകും. മഹാനായ സയ്യിദുനാ ശൈഖുൽ അംബിയ ആണല്ലോ നൂഹ് നബി അലൈഹിസ്സലാം. അലൈഹിസ്സലാം എന്ന് പറയാ നമ്മളെ തുണക്കാരനൊന്നും അല്ലല്ലോ അല്ലെ. മഹാനായ ശൈഖുൽ അംബിയ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തിയിട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 40 ആളുകളാണെന്നൊരു തഫ്സീറിൽ കാണാം, അല്ല 80 ആണെന്ന് മറ്റൊരു തഫ്സീറിൽ കാണാം. രണ്ടഭിപ്രായം. 950 കൊല്ലം ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചത് 40 ആളുകളെ അല്ലെങ്കിൽ 80 ആളുകളെ. 100 തികഞ്ഞിട്ടില്ല. ഒരു വർഷം ഒരാളെ കിട്ടിയിരുന്നുവെങ്കിൽ 950 ആളുണ്ടാകുമായിരുന്നു. കിട്ടിയില്ല. എന്താ കാരണം? ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ അതിന്റെ കാരണം രേഖപ്പെടുത്തിയത് കണ്ടു. എന്താണ് മഹാനവറുകൾ പറയുന്നത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയിൽ ദഅവത്ത് നടത്തുന്ന സമയത്ത് ചെറിയ പിഞ്ചോമന മക്കൾ, ആ മക്കൾക്ക് വകതിരിവെത്തുന്ന പ്രായമായി കഴിഞ്ഞാൽ, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി കഴിഞ്ഞാൽ, ആ കുഞ്ഞുമോന്റെ അല്ലെങ്കിൽ ആ കുഞ്ഞുമോളുടെ കൈ പിടിച്ചിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഓരോ കുട്ടിയുടെയും രക്ഷിതാക്കൾ കടന്നു വരുമത്രേ. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, പൊന്നുമോനെ, ഈ മനുഷ്യൻ പച്ച കള്ളനാണ്, കള്ളം പറയുന്ന ആളാണ്. ഇയാളെ ഒരിക്കലും എന്റെ മക്കൾ വിശ്വസിച്ചു പോകരുത്, ഇയാളെ ഒരിക്കലും എന്റെ മക്കൾ അംഗീകരിക്കരുത്, ഇയാള് പറയുന്നതൊന്നും എന്റെ മക്കൾ കേട്ടുപോകരുത്, ഇയാൾ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും പോകരുത് മക്കളെ. ഈ കുട്ടികൾക്ക് ഇനി നൂഹ് നബിയോട് ആദരവുണ്ടാവും? ഉണ്ടാവോ? ആദരവ് നഷ്ടപ്പെടുത്തി ആരാ ചെയ്യുന്നത്? സ്വന്തം വാപ്പ. ആദരിക്കപ്പെടേണ്ട ഒരു പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് തന്റെ പിഞ്ചോമന മക്കളുടെ കൈ പിടിച്ചിട്ട് വാപ്പ പറയാ, ഇവൻ കള്ളനാണ് കേട്ടോ, ഇവൻ പറയുന്നതൊന്നും കേട്ടുപോകരുത്, എന്റെ മക്കള് ഇവന്റെ ഷെറിൽ പെട്ടുപോകരുത് കേട്ടോ. പിന്നെ എങ്ങനെ ഈ കുട്ടി വിശ്വസിക്കുക? ആദരവ് നഷ്ടപ്പെടുത്തി. ആദരവ് നഷ്ടപ്പെട്ടപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഹബസല്ലാഹു അൻഹുൽ മതറ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഴ തടഞ്ഞു വെച്ചു. ഭൂമിയിലേക്ക് മഴ വർഷിക്കാതെയായി. വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ അദാബാണ്. വെള്ളം കിട്ടേണ്ട അളവിനും അപ്പുറത്തേക്ക് കിട്ടിയാൽ അതും അല്ലാഹുവിന്റെ അദാബാണ്. പ്രളയമുണ്ടായാൽ അത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പാഠമാണ്. ഭൂമിയിൽ നിന്ന് ബറക്കത്ത് എടുത്തുപോയി, അതിന്റെ ലക്ഷണമാണത്. ആ മഴ പെയ്യുന്നതിന് ഇപ്പോ ഒരു വ്യവസ്ഥയില്ലല്ലോ, തോന്നുമ്പോക്കെ പെയ്യ.
തോന്നുമ്പോ ഒക്കെ പെയ്യാതിരിക്കുക. അതൊക്കെ ഖിയാമത്ത് നാളാകുമ്പോ ഭൂമിയിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കുന്നതിന് പകരം അനാദരവ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആകാശലോകത്ത് നിന്ന് മഴ വർഷിക്കാതെയായി. മാത്രമല്ല ആ പ്രദേശത്തുള്ള ഒരൊറ്റ സഹോദരിമാര് പോലും കുഞ്ഞുങ്ങളെ പ്രസവിക്കാതെയായി. മച്ചികളാകുക എന്ന് പറയും, ഞങ്ങളെ മലപ്പുറത്തൊക്കെ എന്താ പറയല്ലേ, മച്ചികളാകുക എന്ന് പറയും. പ്രസവിക്കാത്ത പെണ്ണുങ്ങളായി മാറി, കുട്ടികളുണ്ടായില്ല. മാത്രമല്ല ഇമാം ഖുർത്തുബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവരുടെ നാൽക്കാലികൾ മുഴുവനും ചത്തൊടുങ്ങി, കൃഷിയെല്ലാം നശിച്ചുപോയി, വല്ലാത്ത ദാരിദ്ര്യമായി, വല്ലാത്ത വരൾച്ചയായി, വല്ലാത്ത ക്ഷാമമായി. എന്താ പ്രശ്നം? പ്രശ്നം എന്താ? നൂഹ് നബി അലൈഹി സ്വലാമിനെ ആദരിച്ചില്ല. അള്ളാഹു അതാ പറഞ്ഞു. അത് വളരെയധികം ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒന്നാണ്. ഈ തഅ്ലീം നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആദരിക്കേണ്ടവരെ നമുക്ക് ആദരവ് നമ്മുടെ കൽബിൽ വരുന്നില്ല. ആദരിക്കേണ്ട ആളുകളെ നമ്മൾ ആദരിക്കണം. അതാണ് ദീന്. അതിനപ്പുറത്തേക്ക് ദീനില്ല. തഅ്ലീമു മാ അല്ലാഹു ആദരിച്ചതിനെ മുഴുവനും ആദരിക്കണം. അത് ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ. മനുഷ്യർ മാത്രല്ലല്ലോ, ജീവനില്ലാത്തതിനെ പോലും ആദരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ചില മൃഗങ്ങളെ പോലും ആദരിക്കേണ്ടി വന്നിട്ടുണ്ട്. സാലിഹ് നബിയുടെ ഒട്ടകത്തിന്റെ ചരിത്രം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അസ്ഹാബുൽ കഹ്ഫിന്റെ നായയെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉറുമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ആദരിക്കേണ്ട ജീവികളാണ്. എന്നാൽ ജീവനില്ലാത്ത വസ്തുക്കളെ പോലും ആദരിക്കാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ടല്ലോ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മുറ്റത്ത്. ഇബ്രാഹിം മഖാം പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കല്ലിന്റെ മുകളിൽ കയറി നിന്നപ്പോൾ മഹാനായ പ്രവാചകന്റെ കാൽപാദം ആ കല്ലിൽ പതിഞ്ഞപ്പോൾ ആ കല്ല് പേടിച്ച് ഉരുകി ഒലിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. കഅബയുടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ലിന്റെ മുകളിൽ കയറിയിരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ ആ കല്ല് പേടിച്ചിട്ട് ഉരുകി ഒലിക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അടങ്ങുകല്ലേ, ഒന്ന് അടങ്ങി നിൽക്ക് എന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം. ഈ ചരിത്രം പറയുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ലൗലാ ഖാല ഇബ്രാഹീമു മഹ്മഹ്. ഇബ്രാഹിം നബി എങ്ങാനും മഹ്മഹ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ലസാറത്ത് കൽമാ, അത് വെള്ളം പോലെ ഉരുകിത്തീരുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം നബി എങ്ങാനും കല്ലിനോട്
അടങ്ങുകല്ലേ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ആ കല്ല് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശറഫാക്കപ്പെട്ട കാൽപാദം പതിഞ്ഞപ്പോൾ പേടിച്ചിട്ട് ഉരുകി ഒലിച്ചു എന്ന് ചരിത്രം പറയുന്നു. ആ കല്ലിനെ ആദരിക്കാൻ അല്ലാഹു പറയുന്നു, തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, ആ 2 റക്അത്ത് നിസ്കാരം അത് ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ വെച്ചാൽ അഫ്ളലാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ ഒരു കല്ലുണ്ട്. എന്താ കല്ലിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണത്. ആ കല്ലിനെ ബഹുമാനിക്കാൻ അല്ലാഹു പറയുന്നു. ഇതാണ് പരിശുദ്ധമായ ദീന്. വേറെയും ഒരു കല്ലുണ്ടല്ലോ, ഹജറുൽ അസ്വദ്. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മൂലയിലുണ്ട് ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദിനെ ആദരിക്കാൻ അല്ലാഹു പറയുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? നസലൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന. ഹജറുൽ അസ്വദ് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ കല്ലാണ്. അതുകൊണ്ട് ആ കല്ലിനെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ കല്ലിനെയും ബഹുമാനിക്കുക എന്നുള്ളതല്ല. പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് ഈ ആദരവാണ്, ഈ ബഹുമാനമാണ്. ഈ ആദരവും ബഹുമാനവും എവിടെ നഷ്ടപ്പെടുന്നു അവിടെ ദീൻ തകർന്നിട്ടേ ഉള്ളൂ. നമ്മളെ കാക്കട്ടെ. അതാണ് ദീന്. പരിശുദ്ധമായ റജബ് മാസമാണിത്. ഇത് മിഅ്റാജിന്റെ രാവ് ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. وسريت ليلا لا يزال بهيما فوق البراق مسرجا مزموما ترقى يساهر كالأمين نديما تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما. ഒരു രാത്രിയിൽ ബോറാഖിലായി മുന്നേറിയേ സഹയാത്രികൻ ജിബീരിലദാ സഹവാസിയെ അംലാക്കുകൾ അംബിയാക്കളും അണിനിന്ന് ആകാശലോക കണ്ട് പൂമാൻ വന്ന് സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പരിശുദ്ധമായ മിഅ്റാജ് നടന്ന മാസമാണ് റജബ് മാസം. എന്താ ഈ റജബിൽ ആകെ നൽകാനുള്ള സന്ദേശം എന്താ? ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നൽകാനുള്ള പ്രത്യേകമായ ഒരു സന്ദേശം തഅ്ലീമു മാ അല്ലമല്ലാഹ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക. അതന്നെ ആദരവ് നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെട്ടു പോകരുത്. അത് നഷ്ടപ്പെടാൻ പാടില്ല. അതാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അവിടെ മിഅ്റാജിന്റെ രാവിലെ എന്താ സംഭവിച്ചത്? മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് പോയി എന്നാണ് നമ്മൾ പറയുന്നത്. സത്യത്തിൽ മക്കയിൽ നിന്ന് ഡയറക്റ്റ് ബൈത്തുൽ മുഖദ്ദസിലേക്കല്ല പോയത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് ഇൻസിൽ ഫസല്ലി. നബിയേ, ഇവിടെ ഇറങ്ങണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം നബിയേ എന്ന് പറയുന്നുണ്ട്.
2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു, സുന്നത്ത്. അങ്ങനെ ഹബീബായ നബി തങ്ങൾ അവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അതദ്രി ഐന സല്ലൈത യാ റസൂലല്ലാഹ്, ഇപ്പൊ എവിടെയാണ് നിസ്കരിച്ചതെന്നറിയുമോ നബിയേ? മഹാനായ ഹബീബായ നബി തങ്ങൾ പറയുന്ന ജിബ്രീലെ അറിയില്ല. ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ ഇത് ത്വയ്ബയാണ്, വഇലൈഹൽ മുഹാജറതു ഇൻഷാ അല്ലാഹ്, ഇത് പരിശുദ്ധമായ മദീനയുടെ ത്വയ്ബയുടെ മണ്ണാണ് നബിയേ, ഇനി ഇവിടേക്കാണ് അങ്ങേക്ക് ഹിജ്റ വരാനുള്ളത് നബിയേ. വീണ്ടും യാത്ര തുടർന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു സ്ഥലമെത്തി. അവിടെയും പറഞ്ഞു, നബി ഇവിടെ ഇറങ്ങണം, 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ ചോദിച്ചു, ഈ സ്ഥലം ഏതാണെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല ജിബ്രീലേ. അപ്പോഴാണ് ജിബ്രീൽ പറഞ്ഞു കൊടുത്തത്, നബിയേ ഇത് അങ്ങ് നിസ്കരിച്ച ഈ സ്ഥലം ഏതാണെന്നറിയോ? ഇത് പരിശുദ്ധമായ തൂരി സീനാ പർവ്വതമാണ് നബിയേ. സല്ലൈത ബിതൂരി സീനാ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് സംസാരിച്ച തൂരി സീനാ പർവ്വതമാണ് നബിയേ. വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇവിടെ ഇറങ്ങണം, 2 റക്അത്ത് നിസ്കരിക്കണം. നബി തങ്ങൾ നിസ്കരിച്ചു. പഴയ ചോദ്യം ആവർത്തിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അറിയില്ല ജിബ്രീലേ. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ് സല്ലൈത ബിബൈത്തിൽ ലഹ്മിനില്ലദീ ഉലിദ ഈസാ, അത് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിച്ചു വീണ ബത്ലഹേമാണ് കൊടുക്കാൻ കൊണ്ടുപോയത്. അവിടെ നിന്ന് പിന്നെയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെല്ലുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ വളഞ്ഞു കുടിക്കുന്നത്? ഇതിന്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി എന്താ? തഅ്ദീമു മാ അല്ലമല്ലാഹ്, ഒന്നുമല്ല. നബിയെ പരിശുദ്ധമായ ത്വയ്ബയിലേക്കാണ് ആദ്യമായി കൊണ്ടുപോയത്. പരിശുദ്ധമായ മണ്ണാണ്, അല്ലാഹു ആദരിച്ച മണ്ണാണ്. അവിടെ പുണ്യനബിയെ ഒന്ന് കൊണ്ടുപോകണം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങിയ തൂരി സീനാ പർവ്വതമാണ് അടുത്തത്. അവിടെയും ഹബീബായ നബി തങ്ങളെ കൊണ്ടുപോകണം. ഒരു സുന്ദരമായ യാത്ര പോകാനുണ്ട്. അതിന്റെ മുമ്പ് ബറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ നബി തങ്ങളെ കൊണ്ടുപോകാം. പിന്നെ പോയത് ഈസാ നബി അലൈഹിസ്സലാം പിറന്നു വീണ മണ്ണിലേക്ക്. പിന്നെയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചൊല്ലുന്നത്. ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമാണെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മസ്ജിദുൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം എന്താ അവിടുത്തെ ബറക്കത്ത്. അവിടെയുള്ള ബറക്കത്ത് എന്താണ്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ലിഅന്നഹു മഖറുൽ അംബിയാ വമഹ്ബത്തുൽ വഹീ വമഹ്ബത്തുൽ മലായികതി വൽ വഹീ. അത് മഖറുൽ അംബിയ ആണ്. ഒരുപാട് അംബിയാക്കൾ താമസിച്ച നാടാണ് ബൈത്തുൽ മുഖദ്ദസ്. അതുകൊണ്ട് ആ നാടിന് അല്ലാഹു ബർക്കത്ത് ചെയ്തു. മഹാന്മാരായ ആളുകളുടെ ശറഫാക്കപ്പെട്ട കാൽപാദം ഒരു നാട്ടിൽ പതിഞ്ഞാൽ ആ നാട്ടിൽ ബറക്കത്തുണ്ടാകും. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. മഹാന്മാരായ ആളുകൾ ഒരു നാട്ടിൽ കാലുകുത്തിയാൽ അവരുടെ ശറഫാക്കപ്പെട്ട കാലിന്റെ പവറാണ് ആ നാട്ടിൽ ഉണ്ടാവുക. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഒരുപാട് അംബിയ മുർസലുകൾ അവരുടെ മഖറാണ്, അവർ താമസിച്ച സ്ഥലമാണ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. മാത്രമല്ല മഖ്ബത്തുൽ മലായികതി വൽ വഹീ,
ഒരുപാട് വഹയിന്റെ മണിനാദം ഇറങ്ങിയ മണ്ണാണ്, ഒരുപാട് മലായികത്തുൽ കിറാം ഇറങ്ങിയ മണ്ണാണ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. അതുകൊണ്ട് അവിടെ ബറക്കത്തുണ്ട്. അത് ആദരിക്കുക, ആ മണ്ണിനെ ബഹുമാനിക്കുക. ഇതാണ് ദീന്. ആദരവ് നഷ്ടപ്പെടാൻ പാടില്ല. ആദരവ് നഷ്ടപ്പെട്ടാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ നോക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചപ്പോഴല്ലേ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ അന്തഹബ്ബതു അഅ്മാലുകും മഅല്ലാഹ്. നമ്മളെ കാക്കട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് വഫാത്തായതിന്റെ ശേഷമാണെങ്കിലും മദീനയിൽ പോയിട്ട് പോലും ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. അദബാണ് ദീന്, ആദരവാണ് ദീന്. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ മാത്രമല്ല, അവരുടെ അഹ്ലു ബൈത്താകുന്ന സയ്യിദന്മാരുടെ മുമ്പിലും ഈ ആദരവ് നഷ്ടപ്പെടുത്താൻ പാടില്ല. അവരുടെ അനന്തരാവകാശികളായ ആലിമീങ്ങൾക്ക് മുമ്പിലും നമ്മുടെ ശബ്ദം അവരുടെ ശബ്ദത്തെക്കാൾ ഉയരാൻ പാടില്ല. ഇതാണ് ദീന്. വാപ്പാന്റെ ശബ്ദത്തെക്കാൾ മകന്റെ ശബ്ദം ഉയരാൻ പാടില്ല. ഉമ്മാന്റെ ശബ്ദത്തെക്കാൾ മക്കളുടെ ശബ്ദം ഉയരാൻ പാടില്ല. എന്തൊരു മനോഹരമായ ആശയമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ആദരവ് എവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെ ദീന് തകർന്നിട്ടുണ്ടാകും. ഒരു കുടുംബത്തിൽ ആദരവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവൂല. ഉമ്മാനും ബാപ്പാനും ഒരു വിലയില്ല, ആ കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാവൂല. ഒരു മഹല്ലത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ, ഒരു മദ്രസയിൽ, ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദ്, ആ ഉസ്താദിനെ ആ നാട്ടുകാര് ആദരിക്കുന്നില്ലെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകൂല. ആദരവ് നഷ്ടപ്പെടുന്നിടത്ത് ദീൻ തകർന്നിട്ടുണ്ടാകും. അത് ദീനിന്റെ തകർച്ചയാണ്. അത് പരിശുദ്ധമായ ഖുർആൻ എത്രയോ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മുടെ നാടിനെ കാക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കട്ടെ. ഇതിനൊക്കെ എപ്പോഴും ദുആ ചെയ്യുക. ഓരോ വിഷയങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് തഅ്ലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലാണ്. അതല്ലാത്തതൊന്നുമല്ല. അല്ലാഹു ആദരിച്ച വിഭാഗത്തിൽപ്പെട്ട മഹാന്മാരായ ആളുകളെയാണ് നമ്മളിവിടെ സ്മരിച്ചത്. മഹാന്മാരായ അസ്ഹാബുൽ ബദരീൻ റളിയല്ലാഹു അൻഹും. അവർ സാധാരണക്കാരല്ല, അവര് സാധാരണക്കാരല്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ചിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ആദരിച്ചിട്ടുണ്ട്. താബിഈങ്ങൾ ആദരിച്ചിട്ടുണ്ട്. തബഉ താബിഈങ്ങൾ ആദരിച്ചിട്ടുണ്ട്. അഇമ്മത്ത് ആദരിച്ചിട്ടുണ്ട്. സാലിഹീങ്ങൾ ആദരിച്ചിട്ടുണ്ട്. ശുഹദാക്കൾ ആദരിച്ചിട്ടുണ്ട്. എല്ലാ മഹത്തുക്കളും ആദരിച്ച ഒരു വിഭാഗമാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദരീൻ. അവര് നിസ്സാരക്കാരല്ല. ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹു അവരെ സഹായിച്ചില്ലേ? وَيُنَزِّلُ عَلَيْكُم مِّنَ السَّمَاءِ مَاءً لِيُطَهِّرَكُم وَيُذْهِبَ عَنكُم رِجْزَ الشَّيْطَانِ وَلِيَرْبِطَ عَلَى قُلُوبِكُمْ وَيُثَبِّتَ بِهِ الْأَقْدَامَ. സൂറത്തുൽ അൻഫാലിന്റെ 11-ാമത്തെ ആയത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. ബദറിൽ തലേന്ന് രാത്രി എത്തി
റമദാൻ 16 രാത്രി 17 ബദർ യുദ്ധം നടക്കുന്നത്. സഹാബത്തിന് കുടിക്കാനും കുളിക്കാനും വുളൂ ചെയ്യാനൊന്നും വെള്ളമില്ല. അപ്പോൾ ഹബീബായ നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, നബിയെ വെള്ളം തീർന്നു പോയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ അള്ളാഹുവോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു ആകാശലോകത്ത് നിന്ന് അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അത് പറയുന്നത്, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ. നബിയെ, അങ്ങേക്കും അങ്ങയുടെ കൂടെയുള്ളവർക്കും ആകാശലോകത്ത് നിന്നും ഞാൻ മഴ വർഷിപ്പിച്ചു തന്നില്ലേ? ആലോചിച്ച് നോക്കുക. അള്ളാഹു പറയാ, ഞാൻ മഴ വർഷിപ്പിച്ചു തന്നില്ലേ? എന്തിനാണ് മഴ വർഷിപ്പിച്ചു തന്നത്? വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുതഹിറകും. നിങ്ങളെ ശുദ്ധീകരിക്കാൻ. നിങ്ങളിൽ പലർക്കും വുളൂ ചെയ്യണം, നിങ്ങളിൽ പലർക്കും കുളിക്കണം, നിങ്ങളിൽ പലർക്കും ശുദ്ധീകരണം വരുത്താനുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് വെള്ളമില്ലല്ലോ, അതുകൊണ്ട് ആകാശലോകത്ത് നിന്ന് ഞാൻ മഴ വർഷിപ്പിച്ചു തന്നില്ലേ? വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ. മഴ പെയ്തപ്പോൾ പിശാചിന്റെ ദുർബോധനങ്ങൾ ഹൃദയത്തിൽ നിന്ന് നീങ്ങിയില്ലേ? വയുസബ്ബിത ബിഹിൽ അഖ്ദാം. നിങ്ങളുടെ കാൽപാദങ്ങളെ രണഭൂവിൽ ഉറപ്പിച്ചു നിർത്താനും ആ മഴ ഉപകരിച്ചില്ല നബിയെ. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഒരൊറ്റ മഴ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടിയത്. ശുദ്ധീകരിക്കാൻ പറ്റി, അവർക്കൊക്കെ ശുദ്ധിയാവാൻ പറ്റി. അവരുടെ ഹൃദയത്തിന് വലിയ റബ്ബിത അലാ ഖുലൂബിക്കും. അവരുടെ ഹൃദയങ്ങൾക്കൊക്കെ ഒരു കെട്ടുറപ്പുണ്ടായി. അങ്ങനെയാണല്ലോ. കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം, നല്ല ഫുട്ബോളോ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്താൽ കളി നിർത്തി കയറല്ല ചെയ്യുക. അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ സ്പീഡിലായിരിക്കും പിന്നെ ഓടുക. മഴ അങ്ങോട്ട് പെയ്താൽ ആവേശം ഉണ്ടാവും, എനർജി കൂടും. അതന്നെ പരിശുദ്ധ ഖുർആൻ പറയാ, ലിയുതഹിറകും, നിങ്ങളെ ശുദ്ധീകരിക്കാൻ. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ, പിശാചിന്റെ ദുർബോധനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയാൻ. വലിയർബിത അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു കെട്ടുറപ്പ് നൽകാൻ. വയുസബ്ബിത ബിഹിൽ അഖ്ദാം, നിങ്ങളുടെ കാൽപാദങ്ങളെ രണഭൂവിൽ ഉറപ്പിച്ചു നിർത്താനും ഞാൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നില്ല നബിയെ. എന്തുകൊണ്ട്? ബദരീങ്ങൾ എന്ന് പറയുന്ന 313 ആളുകൾ പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു അവരങ്ങോട്ട് ആദരിച്ചു. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചോദിച്ചോളി. അള്ളാഹു ആദരിച്ച ഒരേ ഒരു വിഭാഗമാണ് അസ്ഹാബുൽ ബദരീൻ. ഈ ഉമ്മത്തിൽ അള്ളാഹു ആദരിച്ചു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് അസ്ഹാബുൽ ബദരീൻ. അവരുടെ അസ്മാ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും കൂടെ പറയാം. ആത്മാർത്ഥതയോടുകൂടെ അസ്ഹാബുൽ ബദരീങ്ങളുടെ അസ്മാ വീട്ടിലാവട്ടെ, മജ്ലിസിലാവട്ടെ, പള്ളിയിലാവട്ടെ, മദ്രസയിലാവട്ടെ, നിങ്ങളുടെ സ്വന്തം റൂമിൽ ഇരുന്നിട്ടാവട്ടെ, ഇഖ്ലാസോടുകൂടെ അസ്ഹാബുൽ ബദരീങ്ങളുടെ അസ്മാ ചൊല്ലിയാൽ അവരുടെ ആത്മീയ സാന്നിധ്യം ആ വീട്ടിലുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ നല്ലൊരു മജ്ലിസാണിത്. ബദരീങ്ങളുടെ പേര് പറഞ്ഞ മജ്ലിസാണ്. അവരുടെ സാന്നിധ്യം ഉണ്ടാവും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല എന്ന് മാത്രം. നിങ്ങളുടെയൊക്കെ അടിയിലൊക്കെ ഉണ്ടാവും, മലായികത്തുൽ കിറാം ഉണ്ടാവും, മഹാന്മാരുടെ അർവാഹ് ഉണ്ടാകും. അള്ളാഹു അങ്ങനത്തെ നല്ല ഒരു ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. അതുകൊണ്ട് ഈ മജ്ലിസിൽ ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അത് നമ്മളൊരാളുടെയും പവറല്ല. ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും, അവരുടെ പവറാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടും. അതാണ് ഈ മജ്ലിസിന്റെ പ്രത്യേകത. അൽഹംദുലില്ലാഹ്, എല്ലാ വർഷവും നമ്മുടെ തൃശ്ശൂർ റേഞ്ച് കമ്മിറ്റി ഇങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസ് ഇവിടെ നിലനിർത്തട്ടെ. അതിലൊക്കെ ഒരുപാട് കാലം പങ്കെടുക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ,
ആദരവാണ് പരിശുദ്ധമായ ദീന്. അസ്ഹാബുൽ ബദരീങ്ങളെ നമ്മൾ ആദരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ചിട്ടുണ്ട് ബദരീങ്ങളെ. ഹബീബായ നബി തങ്ങൾ ആദരിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ് ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല അൻശുസൂ ഫൻശുസൂ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ആദരിച്ചു, ഹബീബായ നബി തങ്ങളും ആദരിച്ചിട്ടുണ്ട് ഈ 313 ആളുകളെ. എന്താ കാരണം എന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരു സദസ്സിലിരിക്കുമ്പോ ബദറിൽ പങ്കെടുത്ത ഒരു സഹാബി ഇങ്ങനെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ബദറിൽ പങ്കെടുക്കാത്ത ഒരു സഹാബി സദസ്സിലുണ്ട്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ ആ സഹാബിക്ക് ഇരിക്കാൻ അവിടെ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരൽപ്പം മാറിയിരിക്കാൻ പറയുകയാണ്. എന്നിട്ട് ഈ സഹാബിനെ അവിടെ ഇരുത്തുകയാണ്. എന്താ ഇതിന്റെ പിന്നിലുള്ള സിറെന്താ? ഇദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ്, മറ്റുള്ളവരെ പോലെയല്ല, ഇദ്ദേഹത്തിന് കുറച്ച് സ്ഥാനമുണ്ട്. ഇതാണ് ദീന്, ആദരവാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ആയത്തിറങ്ങിയതെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്. ഒരു സദസ്സിൽ നിങ്ങളോട് മറ്റുള്ളവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറയപ്പെട്ടാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി വഇദാ ഖീല അൻശുസൂ, നിങ്ങൾ അവിടെ നിന്നൊന്ന് മാറിയിരിക്കണമെന്ന് പറയപ്പെട്ടാൽ നിങ്ങളൊന്ന് മാറിയിരുന്നു കൊടുക്കണം. ഇത് ബദറിൽ പങ്കെടുത്ത ഒരു സഹാബി ആ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ബദറിൽ പങ്കെടുത്ത സഹാബിയെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ആദരിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ആദരിച്ചു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചു, മറ്റുള്ള സഹാബത്തും ആദരിച്ചു. 313 സഹാബികൾ മാത്രമല്ലല്ലോ, 1,00,000-ൽ പരം, ഏകദേശം 1.25 ലക്ഷത്തോളം സഹാബത്തും ഉണ്ടായിട്ടുണ്ട്, അവരും ആദരിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്ത് മദീനയിലെ സെൻസസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, സഹാബത്തെ, ആദ്യമായി ബദറിൽ പങ്കെടുത്ത സഹാബികളുടെ പേരെഴുതണം, അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ ഡാറ്റ നിങ്ങൾ എഴുതാവൂ. ബദരീങ്ങൾക്ക് എപ്പോഴും പവറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, മദീനയിലെ സെൻസസ് നടത്തുമ്പോ ആദ്യം നിങ്ങൾ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ പേരെഴുതണം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ പേരെഴുതിയാൽ മതി. സഹാബത്ത് ആദരിക്കുക, താബിഈങ്ങൾ ആദരിച്ചിട്ടുണ്ട്, തബഉ താബിഈങ്ങൾ ആദരിച്ചിട്ടുണ്ട്, മുൻകഴിഞ്ഞു പോയ എല്ലാ മഹത്തുക്കളും ആദരിച്ചിട്ടുണ്ട് ബദരീങ്ങളെ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരും ആദരിച്ചിട്ടുണ്ട് ബദരീങ്ങളെ. അവരുടെ റമദാൻ 17-ന്റെ അന്ന് ബദരീങ്ങളെ നമ്മൾ ബദർ മൗലിദ് ഓതാറുണ്ട്, അല്ലേ? ബദർ മൗലിദ് അല്ലാത്തപ്പോഴും ഓതാറുണ്ട്. ഇപ്പോ എല്ലാ മാസവും മജ്‌ലിസുൻ നൂർ എന്ന പേരിൽ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് ഇജാസത്ത് നൽകിയിട്ടുണ്ട്. അതിന് ഇന്ന് ആയിരക്കണക്കിന് മജ്‌ലിസുകളിൽ ഈ മജ്‌ലിസുൻ നൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല സ്വഹാബുൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നമുക്ക് വേണ്ട നസീഹത്ത് നടത്തും, നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.